ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ജാതികൾ എന്നുള്ള വിഷയം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ ദൈവം ജാതിയായിട്ട് സൃഷ്ടിച്ചിട്ടില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ മക്കളായിട്ടാണ്. അതിൽ നിന്ന് അവൻ അനുസരണക്കേട് നിമിത്തം അവൻ ചെന്നുപെട്ട വഴിയുടെ അറ്റമാണ് ജാതികൾ എന്നുള്ള സ്ഥാനം. ജാതികൾ സത്യദൈവത്തെ അല്ല ആരാധിക്കുന്നത്. അതെങ്ങനെയാണ് അവരാ നിലയിൽ എത്തിച്ചേർന്നത്? ഈ കാര്യങ്ങളൊക്കെയും കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. എന്നാൽ ഇവിടെ നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിലെ പഠനത്തിൽ നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു, ഒരു മനുഷ്യൻ ജാതിയായി തീർന്നാൽ പിന്നെ അവൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുള്ളത് എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അതിന് ഒന്നാം ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് ചിന്തിച്ചു, അവൻ വിഗ്രഹത്തെ ആരാധിക്കുന്നു. വിഗ്രഹത്തെ ആരാധിക്കുന്നവരുടെ ന്യായം, ആ ന്യായത്തിലുള്ള ദൈവത്തിൻ്റെ ദൃഷ്ടിയുള്ള ന്യായം, ഇതൊക്കെയും കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവന് ഒരു ഏകാഗ്രത ഉണ്ടായിരിക്കണം. എവിടെ അവൻ്റെ ഹൃദയം ഏകാഗ്രമാക്കും? യഹോവയാം യാഹിൽ ഒരു ശാശ്വത പാറ ഉണ്ട് എന്ന് നമ്മൾ വചനത്തിൽ പഠിക്കുകയാണ്. ഹൃദയം ഏകാഗ്രമാക്കുവാൻ 73-ാം സങ്കീർത്തനം 26-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറ. മനുഷ്യൻ്റെ ഹൃദയം ദൈവത്തിൽ ഏകാഗ്രചിത്തമായിരിക്കണം എന്ന് നമ്മൾ പഠിക്കുമ്പോൾ എവിടെയാണ് ഈ ഏകാഗ്രം പോയി കൊള്ളുന്നത് എന്നുള്ള ചോദ്യത്തിന് ദൈവത്തിലൊരു പാറയുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനുണ്ട്. അത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിലാണ് മനുഷ്യൻ്റെ ഹൃദയം ഏകാഗ്രമായിരിക്കേണ്ടത് എന്നാണ് കഴിഞ്ഞ ഭാഗത്ത് ചിന്തിച്ചത്. അങ്ങനെ സ്വർഗം സിംഹാസനവും ഭൂമി പാതവുമായി സകല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെ എങ്ങനെ നമ്മൾ ആരാധിക്കും? ഈ ദുർബലനായ മനുഷ്യൻ, ഈ അല്പജീവിയായ മനുഷ്യൻ എങ്ങനെ ആരാധിക്കും? ഹൃദയത്തിൽ അവനെ എങ്ങനെ ചിന്തിക്കും, കൈക്കൊള്ളും എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. അവന് മനുഷ്യർക്ക് ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനും ഹൃദയത്തിൽ ധ്യാനിക്കുവാനും മനുഷ്യർക്ക് ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷനായി, അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ കാണത്തക്കതായി ഒന്നുണ്ട്. അത് ക്രിസ്തുവാണ്. അത് ആത്മീയ മണ്ഡലങ്ങളിൽ ക്രിസ്തുവും ഭൗമിക മണ്ഡലങ്ങളിൽ ക്രിസ്തു മനുഷ്യനായി വന്ന യേശുവും. അതുകൊണ്ട് യഹൂദന്മാർ ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവപുത്രനെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ആ കണ്ടെത്തലിനെ കുറിച്ചാണ് റോമാലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നത്. ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്വരൂപം നിനക്ക് ന്യായപ്രമാണത്തിൽ നിന്ന് ലഭിച്ചു. അങ്ങനെ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ള ആ ഭയങ്കര രൂപിയായ മനുഷ്യനെ, ആ ക്രിസ്തുവിനെ, ദൈവപുത്രനെ അവർ ദൈവത്തിൻ്റെ ദൃശ്യരൂപമായിട്ട് കണ്ടു. മോശയും 70 മൂപ്പന്മാരും അത് കണ്ടു. യഹസ്കേൽ അത് കണ്ടു. ദാനിയേൽ അത് കണ്ടു. അങ്ങനെ ദൈവപുത്രനിൽ കൂടി ദൈവത്തെ അവർ കണ്ട് ആരാധിച്ചു എന്ന് നമ്മൾ പഠിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോഴേക്കും ദൈവം തൻ്റെ പുത്രനെ ലോകരക്ഷിതാവായിട്ട് ലോകത്തിലേക്ക് അയച്ചു. ദൈവം തൻ്റെ പുത്രനെ, അതായത് അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യരൂപമായ ക്രിസ്തു എന്ന ദൈവപുത്രനെ ഈ ലോകത്തേക്ക് രക്ഷിതാവായിട്ട് അയച്ചു.
അങ്ങനെ ക്രിസ്തു രക്ഷിതാവായിട്ട് ലോകത്തിൽ വന്നു. വന്ന യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല. അവിടെ നമുക്ക് കർത്താവ് ഒരു ഉറപ്പ് തന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. ആ ഉറപ്പിലാണ് നമ്മൾ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഏകാഗ്രത, അല്ലെങ്കിൽ മനുഷ്യവംശത്തിൻ്റെ ഏകാഗ്രത ക്രിസ്തുവിലാണെങ്കിൽ, യേശുവിലാണെങ്കിൽ അത് യഹൂദന്മാർ അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യരൂപത്തെ മനസ്സിലാക്കിയതുപോലെ ദൈവപുത്രനിൽ കൂടി ദൈവത്തെ ആരാധിച്ചു പോകുന്നുവെന്ന് നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കുകയാണ്. യേശുവിനെ കണ്ടവൻ ക്രിസ്തുവിനെ കണ്ടു, ക്രിസ്തുവിനെ കണ്ടവൻ ദൈവത്തെ കണ്ടു. യേശുവിനെ യഹൂദന്മാർ കണ്ടില്ല, യഹൂദന്മാർ ദൈവപുത്രനെ കണ്ടുള്ളൂ. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് യഹൂദനാണെങ്കിലും യേശുവിൽ ക്രിസ്തുവിനെ കണ്ടു, ക്രിസ്തുവിൽ ദൈവത്തെ കണ്ടു. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്, കഴിഞ്ഞ ഭാഗത്ത് ചിന്തിച്ചത്, മനുഷ്യൻ വിഗ്രഹത്തെ ആരാധിക്കുമ്പോൾ അവൻ്റെ ന്യായം ദൃശ്യമാകത്തക്ക എന്തെങ്കിലും, അല്ലെങ്കിൽ ബുദ്ധിക്ക് ഒതുങ്ങുന്ന എന്തെങ്കിലും, അല്ലെങ്കിൽ ഹൃദയത്തിൽ വിചാരിക്കത്തക്ക എന്തെങ്കിലും ഒരു അടയാളമില്ലെങ്കിൽ എങ്ങനെ മനുഷ്യൻ്റെ ഹൃദയം ഏകാഗ്രമാകും എന്നുള്ളതാണ്. അതിനുള്ള മറുപടിയാണ് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ചിന്തിപ്പാടിയായി തീർന്നത്. അതിൻ്റെ ഒന്നാം ഭാഗം, ജാതികളുടെ പ്രവൃത്തികൾ ഒന്നാം ഭാഗം എന്ന് ഇട്ടിട്ടുള്ള ആ വീഡിയോ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് നമ്മൾ ജാതികളുടെ വഴികളിൽ രണ്ടാമത്തെ പ്രവൃത്തിയാണ് നമ്മൾ ചിന്തിക്കുന്നത്, രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, വിളിച്ചു നോക്കുക, ഉത്തരം പറയുന്നവനുണ്ടോ? നീ വിശുദ്ധന്മാരിൽ ആരെ ശരണം പ്രാപിക്കും? വിളിച്ചു നോക്കുക, ഉത്തരം പറയുന്നവനുണ്ടോ? ജാതികളുടെ ഇടയിലും സമുദായക്കാരുടെ ഇടയിലും എല്ലാം ഒരു കഥകളുണ്ട്, കെട്ടുകഥ. അതായത് പുണ്യാളന്മാരെ, അല്ലെങ്കിൽ പുണ്യപ്പെട്ടു പോയ പല മനുഷ്യരെയും വിളിച്ച് ഉത്തരം പ്രാപിച്ചതായിട്ട് അവർ കഥകൾ മെനയാറുണ്ട്. എന്നാൽ യുക്തി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതെല്ലാം വെറും ഊഹാപോഹങ്ങളും ഭ്രമിച്ച മനസ്സിൻ്റെ തോന്നലുകളും മാത്രമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ജാതികളുടെ വഴികളിൽ പ്രധാനമാണ് മരിച്ചവരെ വിളിക്കുക എന്നുള്ളത്, മരിച്ചവരോട് സംസാരിക്കുക എന്നുള്ളത്. മരിച്ചവരോട് സംസാരിക്കാൻ സാധിക്കുമോ? ഏറ്റവും ആദ്യമേ അതാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. അതിന് വീണ്ടും നമ്മൾ മനുഷ്യൻ്റെ സൃഷ്ടിയിലേക്ക് പോവുകയാണ്. ലോകത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവനെ സൃഷ്ടിച്ചത് ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന 3 ഘടകങ്ങളോട് കൂടിയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. എന്നാൽ മരണത്തിൻ്റെ അധികാരിയായ പിശാചിന് ഈ മനുഷ്യൻ്റെ മേലെ യാതൊരു അധികാരം ഉണ്ടായിരുന്നില്ല. കാരണം മനുഷ്യനെ ദൈവത്തിൻ്റെ മകനായിട്ടാണ് സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ മകനാണെങ്കിൽ പിശാചിന് അവിടെ യാതൊരു അവകാശവും ഇല്ല. എന്തുകൊണ്ട് അവകാശമില്ല? മനുഷ്യന് ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന 3 ഘടകങ്ങൾ ഉള്ളതുകൊണ്ടാണോ മനുഷ്യനിൽ പിശാചിന് അവകാശമില്ലാത്തത്? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ഉണ്ടല്ലോ. ഈ ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന 3 ഘടകങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലോ. പിന്നെ എന്താ? ഇപ്പോൾ മരണത്തിന് അധികാരമുണ്ടല്ലോ മനുഷ്യൻ്റെ മേൽ? ഇല്ല. ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന 3 ഘടകം കൂടാതെ മനുഷ്യനിൽ മറ്റ് ചില ഘടകങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഒന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവുള്ളവന്
ഉള്ളവൻ്റെ മേൽ മരണത്തിന് പിശാചിന് അധികാരമില്ലേ? നിശ്ചയമായിട്ടുമുണ്ട്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് സ്തെഫാനോസ് മരിച്ചത്. സ്തെഫാനോസ് മരിക്കാൻ സമയത്ത് ഉയരത്തിലേക്ക് നോക്കി കർത്താവായ യേശുക്രിസ്തു മഹിമയുടെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടതാ. ആ കണ്ടുകൊണ്ടാണ് യേശുവിനെ വിളിച്ചപേക്ഷിച്ച് മരിക്കാനിടയായി തീർന്നത്. മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങൾ മരിക്കില്ല, മൃഗങ്ങൾ ചാകുകയാണ്. ഒരു മൃഗം മരിച്ചു പോയെന്ന് വിവേകമുള്ളവൻ പറയില്ല. മൃഗങ്ങൾ ചത്തുപോയതാണ്. ചത്തുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപേ ഒരു സസ്യം, ഒരു പുല്ല് നിലത്ത് നിന്ന് മുളച്ച് വളർന്ന് തഴച്ചു നിൽക്കുന്നു. ചില നാൾ കഴിയുമ്പോൾ അത് കെട്ട് അതിൻ്റെ വളർച്ച തീർന്ന് അതിനെക്കൊണ്ടുള്ള ഉപയോഗം തീർന്ന് അത് വീണ്ടും പൊടിയിലേക്ക് ചേർന്നു. അതിൽ എന്ത് ശേഷിപ്പുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ശേഷിപ്പില്ല എന്നർത്ഥം. അത് എത്ര വലിയ ആകാശം മുട്ട് നിൽക്കുന്ന ഒരു തേക്കോ ഒരു വൻ മരമോ അല്ലെങ്കിൽ ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഒരു പക്ഷിയോ ഇഴജന്തുക്കളോ മൃഗങ്ങളോ ഇതിലേത് ആയിരുന്നാലും, ഏത് ജീവിയായിരുന്നാലും, ഏത് സൃഷ്ടിയായിരുന്നാലും അതൊക്കെയും പൊടിയിലേക്ക് തിരികെ ചേരും. ഒന്നും ശേഷിക്കില്ല. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരം ജീവൻ നഷ്ടപ്പെട്ടാലും, ജീവൻ നഷ്ടപ്പെട്ട് നിർജീവമായി ശരീരം പൊടിയിലേക്ക് ചേർന്നാലും, ആത്മാവിനെ എടുത്ത് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോയാലും അവൻ്റെ ഉള്ളിൽ അകത്തെ ഒരു മനുഷ്യനുണ്ട്. ഈ അകത്തെ മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകുമെന്നാണ് സഭാപ്രസംഗി പറയുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. മരണസമയത്ത് മരിച്ച് ജീവൻ നഷ്ടപ്പെട്ട ശരീരം മണ്ണിലേക്ക് ചേരും. ജീവിപ്പിക്കുന്ന ആത്മാവ് ദൈവത്തിലേക്ക് പോകും. അകത്തെ മനുഷ്യനാകട്ടെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് എന്താകുന്നുവോ അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ആ നിലയിലേക്ക് മടങ്ങും. അതിൻ്റെ പ്രതിഫലം വാങ്ങിക്കാൻ പോകും. ഇതാണ് മരണമെന്ന് പറയുന്നത്. ചത്തുപോവുക എന്ന് പറയുന്നതും മരിക്കുക എന്ന് പറയുന്നതും രണ്ടാണ്. മനുഷ്യൻ മരിക്കുമ്പോൾ ആ ക്രിയ ചെയ്യുന്നത് മരണത്തിന് അധികാരിയായ പിശാചാണ്. തൻ്റെ ശ്വാസം എടുക്കുമ്പോൾ ചത്ത് പൊടിയിലേക്ക് ചേരുന്നു എന്ന് വനത്തിലുള്ളതുപോലെ പക്ഷിമൃഗാദികളും ഒക്കെയും അതിൻ്റെ ജീവൻ എടുത്തു കഴിയുമ്പോൾ അത് പൊടിയിലേക്ക് ചേരുക. അവിടെ പിശാചിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ അത് ചത്ത് പൊടിയിലേക്ക് ചേർന്നോളും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെ പിശാച് മനുഷ്യൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തി പൊടിയിലേക്ക് ശരീരത്തെ ചേർത്ത് ദേഹിയെ വേർതിരിച്ച് ഈ ദേഹിയുടെ മേൽ അധികാരമുണ്ടാകാൻ തക്കവണ്ണം അവൻ ബലം പ്രാപിച്ചു. എങ്ങനെ ബലം പ്രാപിച്ചു? പാപത്തിന് മുമ്പ് ആദാം സൃഷ്ടിക്കപ്പെടുമ്പോൾ അവൻ മരിക്കുമായിരുന്നില്ല. മരണത്തിൻ്റെ അധികാരിയായ പിശാചനോ അവൻ്റെ മേൽ യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. സകലവരും അവന് കീഴ്പ്പെട്ടിരുന്നു. ഒരു ദൂതൻ പോലും വന്ന് അവനോട് സംസാരിക്കുമ്പോൾ അവനെ അതുപോലെ ബഹുമാനിച്ചാണ് സംസാരിക്കുകയുള്ളൂ. കാരണം സൃഷ്ടിച്ചവൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതിൻ്റെ അടയാളമായി അവൻ്റെ മുഖത്ത് തേജസ് ഉണ്ടായിരുന്നു. അവൻ്റെ ഹൃദയത്തിൽ ദൈവപുത്രൻ്റെ ആത്മാവുണ്ടായിരുന്നു, പുത്രത്തിൻ്റെ ആത്മാവുണ്ടായിരുന്നു. അവൻ്റെ മേൽ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. അവൻ ദൈവപുത്രനായിരുന്നു. അതുകൊണ്ട് തന്നെ സകല ദൂതന്മാരും അവൻ്റെ മുമ്പിൽ ബഹുമാനത്തോടുകൂടി മാത്രമേ നിൽക്കുമായിരുന്നുള്ളൂ. ഇതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇതിലേത് ഘടകമാണ് ഇവൻ ബഹുമാനിപ്പാനുണ്ടായ കാരണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്.
അതിന് കാരണം വേറൊന്നുമല്ല, ഇനി വരാനിരിക്കുന്ന അനുഭവം നമ്മൾ ചിന്തിച്ചാൽ മതി. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ദൈവപുത്രന്മാർ ഈ ലോകത്തിൽ വരുമെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സകല സൃഷ്ടിയും കാത്തിരിക്കുക. അതായത് ദൈവത്തിൻ്റെ സഭ ഒന്ന് വെളിപ്പെട്ട് വരാൻ വേണ്ടിയിട്ട് സകല സൃഷ്ടിയും കാത്തിരിക്കുക. ദൈവപുത്രന്മാർ ഇപ്പം തന്നെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അവർ കാത്തിരിക്കുന്നത്? കാരണം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അധികാരം കൊടുത്തതാണ്. അങ്ങനെ കർത്താവിനെ കൈക്കൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്ന ഒരു വലിയൊരു സമൂഹം ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. പിന്നെ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ കാത്തിരിക്കേണ്ട കാര്യം എന്താ? റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ കാത്തിരിക്കുകയാണ് പ്രകൃതി, സൃഷ്ടി കാത്തിരിക്കുക. ഇപ്പോൾ തന്നെ ദൈവപുത്രന്മാരുണ്ട് താനും. അതിന് വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ കാത്തിരിക്കുന്നു. ദൈവപുത്രന്മാർ വെളിപ്പെട്ടിട്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അധികാരം കൊടുത്തെങ്കിൽ അവർ വളർച്ചയുടെ ഘട്ടത്തിലാണ്. അവർ ജനിച്ചിട്ടേ ഉള്ളൂ, ആത്മീയ മണ്ഡലത്തിൽ ജനിച്ചിട്ടേ ഉള്ളൂ. അതിൽ നിന്ന് വളർച്ച പ്രാപിച്ച് അവരുടെ നായകനായ ക്രിസ്തുയേശു എന്ന നിലയോളം അവർ വളരും. ആ വളരുമ്പോൾ കർത്താവ് വരും. കർത്താവ് വരുമ്പോൾ അവൻ തേജസ്സിൽ വരുമ്പോൾ ഇവരും തേജസ്സിൽ വെളിപ്പെടും. അപ്പോൾ ഇവരിൽ വെളിപ്പെടാനിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് തേജസ്സാണ്. തേജസ് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അവരുടെ ശിഷ്യന്മാർ പ്രകാരം പറഞ്ഞു. അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്ന വാക്കാണ്, ഞങ്ങൾ അവൻ്റെ തേജസ് ദൈവത്തിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അതായത് പഴയ നിയമത്തിൽ യഹൂദൻ കണ്ടെത്തിയ അദൃശ്യനായ ദൈവത്തിൻ്റെ ഒരു ദൃശ്യരൂപമുണ്ട്. അതാണ് ദൈവത്തിൻ്റെ ഏകജാതൻ. പഴയ നിയമത്തിൽ അങ്ങനെ ഒരാളില്ലായിരുന്നു എന്ന് പഠിപ്പിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇതങ്ങനെയല്ല. പഴയ നിയമത്തിൽ ഇസ്രായേൽ മൂപ്പന്മാരും മോശയും അഹരോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും, അതായത് 74 പേരും ആകെ സീനായ് പർവ്വതത്തിലിരിക്കുമ്പോൾ അവർ ദൈവത്തെ കണ്ട് ഭക്ഷണം കഴിച്ചെന്നാണ്. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ കണ്ടത് ആരെയാ? അവനാണ് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ, വിസിബിൾ ഫോം ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്. അവനെ കണ്ടത് തേജസ്സിലാണ്. അവൻ്റെ അതേ തേജസ് ഇവിടെ യേശുവിൽ കണ്ടെന്ന യോഹന്നാൻ അപ്പോസ്തലൻ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങൾ അവൻ്റെ തേജസ് ദൈവത്തിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അതായി ഉറപ്പിക്കുന്നു പറയും. അതാ യഹൂദന്മാർ കല്ലെടുക്കത്ത് എറിയണേ. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അതേന്ന് പറയുമ്പോൾ ഇവർ നോക്കുന്ന ഈ തേജസ്സാണ്. നഗ്ന നേത്രം കൊണ്ട് നോക്കിയത് കാണാൻ പറ്റില്ല. അങ്ങനെ സാധാരണ പുറമേ നോക്കുമ്പോൾ ഇവൻ തച്ചൻ്റെ മകനല്ലയോ, എൻ്റെ അമ്മ മറിയല്ലയോ, എൻ്റെ സഹോദരന്മാർ നമ്മളോടെ ഇല്ലയോ മുതലായിട്ടുള്ള സംശയങ്ങളാണ് വരുന്നത്. പക്ഷേ സൂക്ഷിച്ചു നോക്കുമ്പോൾ നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും പ്രവാചകനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. ഇത് കാണാം. ഏത് കാണാം? ഈ പഴയ നിയമത്തിൽ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ എന്ന് നാം പഠിക്കുന്ന ദൈവപുത്രൻ്റെ തേജസ് യേശുവിൽ കാണാം. അങ്ങനെയാണ് യഹൂദന്മാർ ഉറപ്പിച്ചത്. ഇന്ന് വിശ്വാസികളും പെന്തക്കോസ്തുകാരും ഉറപ്പിക്കേണ്ടത് അതില. പക്ഷെ അത് ഉണ്ടെന്ന് പോലും വിശ്വസിക്കാത്ത സഭാപ്രതിനിധികളാണ്, സഭയിലെ ശ്രേഷ്ഠന്മാരാണ് നമുക്ക് നമ്മുടെ പല ഇടങ്ങളിലും ഉള്ളത്. പക്ഷെ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവൻ്റെ തേജസ് ആ ദൈവപുത്രൻ്റെ തേജസ്സാണ്. ഇതേ തേജസ് തന്നെയാണ് നമുക്കും വരാൻ പോകുന്നത്. പക്ഷെ ഇതൊന്നും അത് കിട്ടിയിട്ടില്ല. Therefore ഇനി നമ്മൾ ചിന്തിക്കുകയാണ്, ഇതേ തേജസ് തന്നെയാണ് ആദാമിനുണ്ടായിരുന്നതും. വീണ്ടും നമ്മൾ ഒരിക്കൽ പറയുക, സീനായ് മലയിൽ വെച്ച് കണ്ട യഹസ്കേൽ കണ്ട ദൈവത്തിൻ്റെ തേജസ്സാണ് തന്നെയാണ് യേശുവിൽ അപ്പോസ്തലനായ യോഹന്നാൻ കണ്ടത്.
യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. അതേ തേജസ് തന്നെയാണ് ഇനി ദൈവപുത്രന്മാരായ ദൈവസഭയിൽ വെളിപ്പെടാൻ പോകുന്നത്. റോമാലേഖനം. അതേ തേജസ് തന്നെയാണ് ആദാമിലുണ്ടായിരുന്നത്. ഈ തേജസ്സിനെ കാണുന്നവർ ദൈവപുത്രനെ കാണുന്നു. ദൈവപുത്രനെ കാണുന്നവർ സർവശക്തനായ ദൈവം തൻ്റെ സിംഹാസനത്തിൽ ദൃശ്യരൂപമായിട്ടിരിക്കുന്നതാണ് ദൈവപുത്രൻ ക്രിസ്തു. അപ്പോൾ ആദാമിനെ കാണുന്നവർ സിംഹാസനത്തിലിരിക്കുന്ന ആളെ കണ്ടു, അല്ലെങ്കിൽ അവരുടെ തേജസ് കണ്ടു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ആദാമിനെ ബഹുമാനിച്ചു എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. അത് വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാകും. ഈ വചനഭാഗങ്ങൾ നമ്മൾ എടുത്ത് എഴുതി ഉറപ്പിക്കണം. അതാണ് ഒരു മനുഷ്യൻ ഒരു കാര്യം ഗ്രഹിക്കുക എന്നുള്ളത് സംശയമില്ലാതെ ഉറപ്പിക്കണം. കാരണം തർക്കമുള്ള വിഷയമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആദാമിൻ്റെ മുഖത്തുണ്ടായിരുന്ന തേജസ്സാണ് അവനെ മറ്റ് ജീവികളെക്കാൾ ശ്രേഷ്ഠനാക്കിയിരുന്നതും ആത്മീയ മണ്ഡലങ്ങളിലുള്ളതും ഭൗതിക മണ്ഡലങ്ങളിലുള്ള സകല ജീവികളും ആദാമിനെ ബഹുമാനിക്കാനും ഭയപ്പെടാനും ഉണ്ടായ കാരണം അതുതന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത കാര്യം, ഈ ആത്മാവ് എവിടെ നിന്ന് വരുന്നു? ഈ തേജസ് എവിടെ നിന്ന് വരുന്നു? ഈ തേജസ്സിന് ആധാരമായി ഒരാത്മാവുണ്ട്. അതാണ് തേജസ്സിൻ്റെ ആത്മാവ്, അല്ലെങ്കിൽ മഹത്വത്തിൻ്റെ ആത്മാവ്. ഈ മഹത്വത്തിൻ്റെ ആത്മാവിന് ആധാരമായിട്ട് ഒന്നുണ്ട്. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അപ്പം ഈ 3 ഭാഗങ്ങളാണ് ആദാമിലുണ്ടായിരുന്നതെന്നർത്ഥം. ആദാമിൻ്റെ മുഖത്ത് തേജസ് ഉണ്ടായിരുന്നു. തേജസ് ഉണ്ടെങ്കിൽ, തിരയുണ്ടെങ്കിൽ അതിനാധാരമായിട്ട് വെള്ളമുണ്ട്. വെള്ളമുണ്ടെങ്കിൽ അതിനാധാരമായിട്ട് സമുദ്രമുണ്ട്. സമുദ്രം, ഇളകുന്ന വെള്ളം, തിര. ഇതുപോലെ പരിശുദ്ധാത്മാവിൽ നിന്ന് പുത്രത്വത്തിൻ്റെ ആത്മാവ്, പുത്രത്വത്തിൻ്റെ ആത്മാവിൽ നിന്ന് തേജസ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഘടന. ഈ 3 ഭാഗങ്ങളാണ് ആദാമിന് ദൈവിക പുത്രത്വം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ മകൻ എന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ടാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്ന പ്രകാരം ആദാമിനുണ്ടായിരുന്ന ഈ 3 ഘടകങ്ങൾ അവൻ എല്ലാ ജീവികളാലും എല്ലാ സൃഷ്ടികളാലും ബഹുമാനിക്കപ്പെടാനിടയായി തീർന്നു. ദൈവ ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? പിശാചുക്കൾ അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ദൈവ ഏകനെന്ന് വിശ്വസിക്കുന്ന ഒരാളെ കുറിച്ച് പറയുകയാണ്, പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ദൈവ സിംഹാസനത്തിന് മുമ്പിൽ ചെന്നതിന് ശേഷം അവനോട് യേശുവിനെ പരീക്ഷിച്ച പോലെ പരീക്ഷിക്കുകയൊന്നുമില്ല, വിറയ്ക്കും. കാരണം ഏകനാണ് ദൈവം. അവൻ്റെ ഏകത്വം വെളിപ്പെടുത്തുന്നത് ഏകജാതനായ പുത്രനിലാണ്. ഏകജാതനായ പുത്രനിൽ ദൈവം വെളിപ്പെടുന്നത് തേജസ്സിൽ കൂടിയാണ്. ആ തേജസ് കാണുമ്പോൾ അവൻ വിറയ്ക്കും. ഇതേ തേജസ് തന്നെയാണ് ആദാമിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആദാമിന് മുമ്പിൽ അവൻ യാതൊരു തരത്തിലുള്ള തൻ്റെ ആയുധവും ഉപയോഗിച്ച് അവിടെ ചെല്ലില്ല. ആ തേജസ് കളയാതെ അവനെ അടുക്കാൻ സാധിക്കില്ല. തേജസ് കളയണമെങ്കിൽ അനുസരണക്കേട് കാണിക്കണമെങ്കിൽ വചനം വിശ്വസിക്കണം. സാത്താൻ പിശാചിൻ്റെ വചനം വിശ്വസിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ മരിക്കുകയില്ല, തിന്നുന്ന നാളിൽ ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞ് അവനെ വിശ്വസിപ്പിച്ച് അനുസരണക്കേട് കാണിപ്പിച്ച് തേജസ് കളഞ്ഞതിന് ശേഷമാണ് അടുത്തേക്ക് വന്നത്. അല്ലാതെ അടുത്തേക്ക് വരാൻ പറ്റില്ല. അങ്ങനെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു. അതിൻ്റെ അർത്ഥം അവനിൽ നിന്ന് പുത്രത്വത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു. പിശാചിൻ്റെ ഉപദേശത്താൽ
അവൾ അനുസരണക്കേട്, അവനിൽ മോഹിച്ച് അനുസരണക്കേട് കാണിച്ചതോടുകൂടി തേജസ് പോയി. അതിൻ്റെ അർത്ഥം പുത്രത്വത്തിൻ്റെ ആത്മാവ് അവനിൽ നിന്ന് വിട്ടുമാറി. അനുസരിക്കുന്ന സ്ഥലത്ത് മാത്രമേ പുത്രത്വത്തിൻ്റെ ആത്മാവ് നിലനിൽക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് ദുഃഖിച്ചു. ഇത്രയും കാര്യങ്ങൾ നടന്നതോടുകൂടി പിശാചിന് അവൻ്റെ മേൽ അധികാരമുണ്ടായി, മരണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ടായി. ഇങ്ങനെയാണ് മർത്യനല്ലാത്ത മനുഷ്യൻ മർത്യനായി തീർന്നതും പിശാചിന് കീഴ്പ്പെട്ടു പോയതും. അന്ന് മുതൽ ജനിക്കുന്ന മനുഷ്യൻ അവൻ്റെ ഉള്ളിലേക്ക് മരണം കടന്നു. പിന്നെ വന്നത് നമുക്കറിയാം. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ചിന്തിച്ചു. അനുസരണക്കേണ്ട ആത്മാവ് ശരീരത്തിലും, അശുദ്ധാത്മാവ് ഹൃദയത്തിലും, ലജ്ജ മുഖത്തും വന്നു. അവൻ ക്രമേണ ജീവനറ്റുപോകുന്ന മരണത്തിലേക്ക് ക്രമേണ നീങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ വാർദ്ധക്യം ദ്രവത്വത്തിന് കീഴ്പ്പെട്ടു, വാർദ്ധക്യത്തിലേക്ക് വന്നു, ക്ഷയത്തിലേക്ക് വന്നു, ദ്രവത്വത്തിലേക്ക് വന്നു. അങ്ങനെ ഒരു ഘട്ടം വരുമ്പോഴേക്കും അവൻ്റെ ശരീരത്തെ കെട്ടഴിക്കുന്നു. ജീവൻ അറ്റുപോകുന്നതോടുകൂടി ശരീരം പൊടിയിലേക്ക് ചേരുന്നു. ജീവിപ്പിക്കുന്ന ആത്മാവ് ദൈവത്തിലേക്ക് പോകുന്നു. ഇതിനകത്ത് ദൈവം സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യൻ, അകത്തെ മനുഷ്യൻ, അവൻ മരണത്തിൻ്റെ അധികാരിയായ പിശാചിൻ്റെ കസ്റ്റഡിയിലാകുന്നു, സ്വാധീനത്തിലാകുന്നു, നിയന്ത്രണത്തിലാകുന്നു, കൈകളിലാകുന്നു. അവനുമായിട്ട് പാതാളത്തിലേക്ക് പോകുന്നു. പാതാളത്തിൻ്റെ അധിപതിയായ ദൂതൻ പാതാളത്തിലേക്ക് പോകും. മരണത്തിൻ്റെ അധികാരി ഒരു ദൂതനാണ്, പിശാചിൻ്റെ ദൂതനാണ്. അതുപോലെ പാതാളത്തിനും ഒരു അധികാരിയായ ദൂതനുണ്ട്. ഒരു മനുഷ്യനെ കൊല്ലുന്നതും അവൻ്റെ ശരീരത്തെ കെട്ടഴിഞ്ഞ് ആത്മാവിനെ വേർതിരിക്കുന്നതും മരണം. കൊണ്ടുപോയി പാർപ്പിക്കുന്നത് പാതാളം. അതിലിരിക്കുന്നവനെ മരണം എന്ന് പേർ എന്ന് പാതാളം അവനെ പിന്തുടർന്നുവെന്നും വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിനെക്കുറിച്ചാണ്. അന്ന് മുതൽ ഇവരുടെ രണ്ടുപേരുടെയും പ്രവൃത്തിയാണ് ഈ ലോകത്തിലെങ്ങും കാണുന്നത്. ഹാനോക്കും ഏലിയാവും ഒഴികെ നമ്മൾ പഠിക്കുന്ന വേദപുസ്തകത്തിൽ കാണുന്ന എല്ലാവരെയും ഈ ക്രിയയിൽ കൂടി തന്നെ ഭൂമിയിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോയി. മരണം എന്ന പിശാച്, മരണത്തെ അധികാരിയായ പിശാച് ശരീരത്തെ കെട്ടഴിഞ്ഞ ശരീരത്തിൽ നിന്നുള്ള ആത്മാവിനെ പാതാളം കൊണ്ടുപോയി പാർപ്പിച്ചു. ഇതിങ്ങനെ ലോകമെങ്ങും സകല മാനവരാശിയിലും നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനൊരു ക്രിയയൊന്നും മൃഗങ്ങളിലോ മറ്റ് ജീവികളിലോ ഇല്ല. അതുകൊണ്ട് തന്നെ മറ്റ് ജീവികൾ ജീവൻ നഷ്ടപ്പെടുമ്പോൾ മരിക്കുന്നു എന്ന് പറയാൻ പാടില്ല. ചത്തു അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാവൂ. മരിക്കുന്നത് മനുഷ്യൻ മാത്രമാണ്. കാരണം ഇത്രയും ക്രിയയാവണം. അവിടെ ആരൊക്കെയുണ്ട്? മരണത്തിൻ്റെ അധികാരിയായ പിശാചുണ്ട്, പാതാളത്തിൻ്റെ അധിപതിയായ ദൂതനുണ്ട്. ഇങ്ങനെ അതൊരു ഒരു ഒരു പ്രവർത്തനമാണ്. ഇങ്ങനെ ശരീരത്തെ കെട്ടഴിച്ച് പാതാളത്തിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം എല്ലാം സജ്ജമായി. ഹവ്വ പാപം ചെയ്തതോടെ സംഭവിച്ചതാ, അറിഞ്ഞില്ല, ചതി അറിഞ്ഞില്ല. സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ച് ഇത്രയും വലിയൊരു സംവിധാനം അവിടെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് ഹവ്വ അറിഞ്ഞില്ല, അത് ആരും അറിഞ്ഞിട്ടില്ല. ഇനി ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഹവ്വയായാലും ആദാമായാലും ജനിക്കുന്ന ഏത് മനുഷ്യനായാലും അതിന് ഒരു മരണ ദിവസമുണ്ട്. ജനിക്കുന്നവൻ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു.
മറ്റൊരു വാക്കി പറഞ്ഞാൽ മരിക്കാൻ വേണ്ടി ജനിക്കുന്നു. ഇങ്ങനെ ഒരു ക്രിയ ഈ ലോകത്തിൽ ആരംഭിച്ചു. അന്ന് മുതൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവം എന്ത് ചെയ്തു? ഇവൾ ഈ പ്രവൃത്തി ചെയ്തു. ആദാമും അതിനെ അനുകരിച്ചു. അതിനോടൊപ്പം അനുസരണക്കേട് കാണിച്ചു. അനുസരണക്കേട് കാണിച്ചതോടുകൂടി പാതാളത്തിനും മരണത്തിനും ഇവർ കീഴ്പ്പെട്ടു എന്ന് അറിഞ്ഞതോടുകൂടി ദൈവം ഇവരെ രക്ഷിപ്പാനായിട്ട് ഒരു മാർഗം നോക്കുകയാണ്. ഹോവേ, എന്നെക്കുറിച്ചുള്ളത് എൻ്റെ വിചാരങ്ങൾ എത്ര ഘനമായവ, ഞാൻ അവയെ വിവരിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതവണ്ണം അധികമാകുന്നു. കടൽപ്പുറത്തെ മണലിനേക്കാൾ അധികമാണ് നമ്മളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വിചാരങ്ങൾ. പാപം ചെയ്തതോടുകൂടി ശത്രു ജയിച്ച് ആർത്ത് വിളിച്ചുവെങ്കിലും ദൈവം അവിടെ ഒരു മാർഗം കണ്ടെത്തി. ഇവൻ ചെയ്ത പാപം, ഇവനിൽ കടന്നിരിക്കുന്ന അശുദ്ധ മരണം, അതിനെ മുഴുവനും പാപം വെളിപ്പെടുത്തുന്ന സമയം. അതുകൊണ്ടാണ് ഈ മാലാഖി പ്രവചനം വരെയും ഉള്ള പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളുടെ 39 പുസ്തകം, പഴയ നിയമ കാലഘട്ടം, കാലം തികഞ്ഞു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാലം തികഞ്ഞു എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ആദാമിൽ കടന്നിരിക്കുന്ന മരണം, പാപം, അതിൻ്റെ പൂർണ്ണ വെളിപ്പാട് പൂർത്തീകരിച്ച് ഓർത്തു കൊണ്ടുവരുന്ന സമയമാണ്. ആദാമിൽ കടന്നിരിക്കുന്ന പാപത്തിൽ തന്നെ ഉണ്ട് സഹോദരദ്വേഷം. പക്ഷെ അത് ആദാമിൻ്റെ മകനിൽ വെളിപ്പെട്ടെ, കയീനിൽ അത് വെളിപ്പെട്ട്. സകല മ്ലേച്ഛതയും കനാന്യരിൽ അത് വെളിപ്പെട്ടെ. സോദോം ഗൊമോറയുടെ പാപം അത് സോദോമിലാണ് വെളിപ്പെട്ടത്. ഇങ്ങനെ വെളിപ്പെടുന്ന ഓരോ പാപങ്ങളും സകലതും വെളിപ്പെട്ട് തീർന്ന ഒരു ഘട്ടം വന്നു, കാലത്തിൻ്റെ അവസാനമായി. അപ്പോഴാണ് ഈ കാലത്തിൻ്റെ അവസാനത്തിങ്കൽ ദൈവപുത്രൻ മാനവരാശിയുടെ വീണ്ടെടുപ്പിനായിട്ട് മനുഷ്യനായി വരും. അവൻ ആദാമ്യ പാപത്തിന് പരിഹാരം വരുത്തും. ആദാമ്യ പാപം, അതിൻ്റെ ശിക്ഷ അവൻ ഏറ്റെടുക്കും. അവനിൽ വിശ്വസിക്കുന്നവൻ വീണ്ടും പഴയതുപോലെ ദൈവമക്കളായിത്തീരും, ദൈവവേദരായിത്തീരും. മുതലായിട്ടുള്ള സുവിശേഷം ദൈവം ആദാമിനോട് പറയുകയാണ്. ദൈവം ആദാമിന് അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതിൽ വിശ്വസിച്ച് യാഗം കഴിക്കുന്നവൻ, യാഗം കഴിച്ച് നിയമം ചെയ്തവൻ, ദൈവം പറഞ്ഞ ഈ വചനത്തിൽ വിശ്വസിച്ച് യാഗം കഴിച്ച് നിയമം ചെയ്യുന്നവൻ, മരിക്കുന്നതിന് മുമ്പ് നിയമം ചെയ്തവനാണെങ്കിൽ അവൻ മരണസമയത്ത് പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും കൈകളിൽ പെടും. അതിന് വ്യത്യാസമില്ല. എങ്കിലും അങ്ങനെയുള്ളവർക്ക് പാർക്കാൻ പാതാളത്തിൽ ഒരിടം ദൈവം വേറെ തുറന്നു. അതാണ് പാതാള പർദീസ എന്ന് പറയുന്നത്. പാതാള പർദീസ, അബ്രഹാമിൻ്റെ മടിയെന്നൊക്കെ പറയുന്നത് അതാണ്. പാതാളത്തിൽ ദൈവത്തോട് വരാനിരിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിച്ച് യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്തവരായ വിശുദ്ധന്മാരെ കൊണ്ട് പാർപ്പിക്കുന്നതിന് വേണ്ടി ദൈവം ഒരിടം പാതാളത്തിലുണ്ടാക്കിയെന്നർത്ഥം. അതാണ് ധനവാന്റെയും ലാസറിൻ്റെയൊക്കെ ഉപമ കർത്താവ് നമ്മോട് വിവരിച്ചു തരുമ്പോൾ പറയുന്നത് അതാണ്. അബ്രഹാമിൻ്റെ മടിയിൽ ലാസർ ഇരിക്കുന്നു, ധനവാൻ തീജ്വാലയിൽ കിടക്കുന്നു. ധനവാൻ അബ്രഹാം പിതാവിനോട് അഭ്യർത്ഥിക്കുന്നു. അബ്രഹാം പിതാവ് തൻ്റെ നിസ്സഹായത പറയുന്നു. അവർക്ക് രണ്ടു കൂട്ടർക്കും തമ്മിലൊരു വിടവുണ്ട് എന്ന് അബ്രഹാം വെളിപ്പെടുത്തുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു നടക്കാൻ പാടില്ലാത്ത വിധം ആ വിടവ് ദൈവകൽപ്പിതമാണ് മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുക. ഇങ്ങനെ കൊണ്ടുപോയി പാർപ്പിച്ചപ്പോൾ ഒരു കാര്യം നമ്മൾ പഠിക്കുന്നത്, ഇത് രണ്ടും പാതാളത്തിൻ്റെയും മരണത്തിൻ്റെ അധികാരത്തിലാണ്. പക്ഷെ അതിലൊന്ന് നരകമാണ്, അതായത് തീജ്വാലയാണ്. അത് നാശമാണ്, പാപികൾക്കുള്ള സ്ഥലമാണ്. മറ്റൊന്ന്
ആശ്വാസത്തിനും വിശ്രമത്തിനുമുള്ള സ്ഥലമാണ്. ആ വിശ്രമത്തിനുള്ള സ്ഥലമാണ് പാതാള പർദീസ, അല്ലെങ്കിൽ അബ്രഹാമിന്റെ മടി. ഇങ്ങനെ പോയവര് ഇങ്ങനെ ശരീരം എവിടെ പോയി? ഭൂമിയിൽ കിടക്കുന്നു. ഹാവേൽ യാഗം കഴിച്ച് നിയമം ചെയ്തതാ. ശരീരം ഭൂമിയിലേക്ക് ചേർന്നു. ജീവിപ്പിക്കുന്ന ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിലേക്ക് പോയി. ഹാവേലിന്റെ അകത്തെ മനുഷ്യൻ മരണത്തിന്റെ പിടിയിൽപ്പെട്ടു, സംശയമൊന്നുമില്ല. മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ കയ്യിൽപ്പെട്ടു, പാതാളത്തിലേക്ക് കൊണ്ടുപോയി. പക്ഷെ കൊണ്ടുപോയത് അധമ പാതാളത്തിലല്ല, പിന്നെയോ പാതാള പർദീസയിലേക്കാണ്. അധമ പാതാളത്തിലേക്ക് പോകുന്നത് പാപികളും ദുഷ്ടന്മാരും, പാതാള പർദീസയിലേക്ക് പോകുന്നത് യാഗം കഴിച്ച് നിയമം ചെയ്ത ദൈവത്തിന്റെ വിശുദ്ധന്മാരും. അങ്ങനെ പോയ ഒരു മനുഷ്യൻ, ഇത് മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. ഈ പോയ ഹാവേലിനെയോ ഈ പോയ പാവികളെയോ വിളിച്ച് ഉത്തരം ലഭിച്ചവൻ ആരുണ്ടെന്ന് ഇവിടെ വചനം ചോദിച്ചത്. യോബിന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ ചോദിച്ചിരിക്കുകയാണ്. വിളിച്ചു നോക്കുക, ഉത്തരം പറയുന്നവനുണ്ടോ? വിളി തുടങ്ങിയിട്ട് ഒരുപാട് നാളായി, ഉത്തരം പറയുന്നവനുണ്ടോ? ഒരാൾ വിളിച്ച് അവസാനം എന്തോ കേട്ടെന്ന് അദ്ദേഹം പറയാം, ഞാൻ കേട്ടെന്ന. അല്ല, അവനെന്നെ ചെയ്യുന്നത്? മറുപടി ഉണ്ടാകുകയില്ല. മറുപടി പറയേണ്ടവൻ ഒന്നുകിൽ അധമപാതാളത്തിൽ, അല്ലെങ്കിൽ പാതാള പ്രദേശയിൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് കാണുള്ള കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ല. പിന്നെ എങ്ങനെ പറയും? അതിൽ കേൾക്കാനുള്ള സംവിധാനമൊന്നുമില്ല. ഇവിടെ നിന്നൊരു ശബ്ദം അവിടെ എത്തണമെങ്കിൽ ആത്മീയമണ്ഡലം കടന്ന് അവിടെ എത്താൻ സാധ്യമല്ല. വിളിച്ചു നോക്കുക, ഉത്തരം പറയുന്നവനുണ്ടോ? നീ വിശുദ്ധന്മാരിൽ ആരെ ശരണം പ്രാപിക്കും? നീ വിശുദ്ധനാണെന്നിരിക്കട്ടെ, വിശുദ്ധൻ. കർത്താവിൻ്റെ വചനം പറയുന്നത് തൻ്റെ വിശുദ്ധന്മാരിൽ അവന് വിശ്വാസമില്ല. ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലുണ്ടല്ലോ, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ദാവീദുണ്ടല്ലോ, സ്നേഹിതൻ അബ്രഹാം ഉണ്ടല്ലോ, പൗലോസുണ്ടല്ലോ. ഇതിലൊന്നിലും ദൈവത്തിന് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അവരെ വിശ്വസിക്കാൻ പറ്റില്ല അവരെ. കാരണം മനുഷ്യൻ ദൈവത്തെ വിശ്വസിക്കാം, ദൈവത്തിന് മനുഷ്യനെ വിശ്വസിക്കാൻ തക്കവണ്ണം ഒരു നിലവാരം ഇല്ല. കാരണം പാപത്തിന് വിൽക്കപ്പെട്ടു പോയവനാണ്. അവൻ ജഡത്തിൽ വസിക്കുന്നത് കൊണ്ട് ഏത് സമയത്തും അവൻ അവൻ്റേതായ വീഴ്ചയിൽ വരാൻ സാധ്യതയുണ്ട്. അവനിൽ നിന്ന് ജഡീകത പുറപ്പെട്ടു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും മരിച്ചവരെ വിളിച്ച് ഉത്തരം പ്രാപിക്കാം എന്ന് വിചാരിക്കരുത്. കാരണം അവര് ഈ ലോകത്തിലെ ജീവിതം വിട്ടതിന് ശേഷം അവർ ഈ മണ്ഡലത്തിൽ നിന്ന് പോയി മറ്റൊരു മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചവരാണ്. ഇനി അവര് കാണുന്നത് എപ്പോഴാണ്? ഇനി അവർ കേൾക്കുന്നത് എപ്പോഴാണ്? അതിനാണ് നമ്മൾ യോബിന്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്രകാരം പറയുന്നു: യോബിന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പഠിക്കുകയാണ്, ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. മരണത്തിന് ശേഷമുള്ള, അല്ലെങ്കിൽ തൻ്റെ നിലയിൽ നിന്ന് മാറിപ്പോകുന്ന വൃക്ഷമായാലും മൃഗമായാലും മനുഷ്യനായാലും എല്ലാത്തിനെയും ചിന്തിക്കുകയാണ്. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയിട്ടാൽ പിന്നെയും പൊട്ടിക്കളയും. അത് വെട്ടിക്കളഞ്ഞിരിക്കട്ടെ, ഒരു പക്ഷേ അത് പൊട്ടിക്കിളറുക. അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല. അതിനെ വേറെ നിലത്ത് പഴകിയാലും
അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. ഒരു തൈ പോലെ തളിർവിടും. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു. മനുഷ്യൻ തൻ്റെ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? സമുദ്രത്തിലെ വെള്ളം പൊയ്പോകും പോലെയും ആറു വറ്റി ഉണങ്ങിപ്പോകുന്നത് പോലെയും മനുഷ്യൻ കിടന്നിട്ട് എഴുന്നേൽക്കുന്നില്ല. ആകാശം ഇല്ലാതെയാകും വരെ അവർ ഉണരുന്നില്ല, ഉറക്കത്തിൽ നിന്ന് ജാഗരിക്കുന്നു. മനുഷ്യൻ കിടന്നിട്ട് എഴുന്നേൽക്കുന്നില്ല. പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെയാ? വൃക്ഷമാണെങ്കിൽ പൊട്ടിക്കിളർക്കും, ഇളം കൊമ്പ് വരും. പക്ഷേ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവിടെ പോകും, ഉണരുന്നില്ല. അവൻ ആകാശം ഇല്ലാതെയാകുന്നവരെ അവൻ ഉണരുന്നില്ല. എഴുന്നേറ്റിട്ട് വേണ്ടേ ചോദിക്കാൻ? അവൻ ഉറക്കത്തില്ല, അവൻ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗമിക ശരീരത്തിൽ നമ്മൾ കേൾക്കാൻ തക്കവണ്ണം മനുഷ്യന് ഇന്ദ്രിയം വേണം. ആ ഇന്ദ്രിയം കെട്ടഴിഞ്ഞ് മണ്ണിൽ കിടക്കുക. അവൻ ഉറങ്ങുകയാണ്. അവൻ ഉറക്കത്തിൽ നിന്ന് ജാഗരിക്കുന്നില്ല. എന്നുവരെ? ആകാശമില്ലാതെയാകുന്നവരെ. ആകാശം ഇല്ലാതെയാകുന്നവരെ ഈ മരിച്ചവരൊക്കെ അവിടെ കിടക്കുക. കിടക്കുക. എന്നാ ആകാശം ഇല്ലാതെയാവണേ? ആകാശമില്ലാതെയാകുന്ന ഒരു ദിവസമുണ്ട്. എന്നാണ്? ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം കഴിഞ്ഞാൽ 1000 വർഷം ഒരു രാജാവ് നീതിയോടെ വാഴും എന്നുള്ള വചനപ്രകാരം 1000 വർഷം ഭൂമിയെ ഭരിക്കാൻ പോവാ. 1000 വർഷം. ഈ 1000 വർഷം ഭൂമിയെ ഭരിച്ചാൽ ഈ 1000 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. അന്നേരമാണ് ഇവർ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഓർത്തു കൊള്ളണം, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം കഴിഞ്ഞാൽ 1000 വർഷം ഒരു രാജാവ് നീതിയോടെ വാഴാൻ പോവുക. ആ രാജാവാണ് യേശുക്രിസ്തു. അവനോടൊപ്പം നമ്മളും വാഴുമെന്നാണ്. ഈ 1000 വർഷം വാണതിന് ശേഷം 1000 വർഷം അവസാനിച്ചു കഴിയുമ്പോൾ അവൻ സകല ജനിച്ച് ജീവിച്ച് മരിച്ചിട്ടുള്ള സകല മനുഷ്യരെയും ന്യായം വിധിക്കാനായിട്ട് വെള്ളസിംഹാസനത്തിൽ ഇരിക്കും. അവൻ്റെ മുൻപിൽ സകലവരെയും കൊണ്ടുവരും ന്യായം വിധിക്കാൻ. ഒരാളെപ്പോലും ഒഴിവാക്കില്ല, എല്ലാവരെയും അവൻ്റെ മുമ്പിൽ കൊണ്ടുവരും. ആ സമയത്താണ് ഈ പറയുന്നവരൊക്കെ ഉണരുന്നത്. ആര്? ശരീരം കെട്ടഴിഞ്ഞ് അധമ പാതാളത്തിലേക്ക് പോയവർ മുഴുവനും ഉണരുന്നത് അന്നാണ്. പാതാള പരദീസയിലേക്ക് പോയവർ ഉണരുന്നതിന് വേറെ ഘട്ടമാണ്. പാതാള പരദീസയിലേക്ക് പോയവർ ഉണരുന്നത് അവർ ആരെ കണ്ടുകൊണ്ടാണ് യാഗം കഴിച്ച് നിയമം ചെയ്തത്? അവർ പാതാളത്തിൽ അധമ പാതാളത്തിലേക്ക് പോകാതെ പാതാള പരദീസയിലേക്ക് പോയതിൻ്റെ കാരണം അവർ യാഗം കഴിച്ച് നിയമം ചെയ്തുകൊണ്ടാണ്. അവർ യാഗം കഴിച്ച് നിയമം ചെയ്തത് ആരെ കണ്ടുകൊണ്ട്? വരാനിരിക്കുന്ന ക്രിസ്തുവിനെ കണ്ടുകൊണ്ട്, കാൽവരിയെ കണ്ടുകൊണ്ട്, കാൽവരിയിൽ യാഗമാകാൻ പോകുന്ന ക്രിസ്തുവിനെ കണ്ടുകൊണ്ടാണ് അവർ യാഗം കഴിച്ചത്. ആ യാഗത്തെ കണ്ടുകൊണ്ടാണ് അവർ യാഗം കഴിച്ചത്. അതുകൊണ്ട് തന്നെ പാതാള പരദീസയിലേക്ക് പോയവരുടെ അവിടുത്തെ വാസകാലം അതുവരെ ഉള്ളൂ. എന്നുവരെ? കാലാവസാനത്തിങ്കൽ കർത്താവായ ദൈവപുത്രനായ ക്രിസ്തു ലോകത്തിലേക്ക് വന്നു, കാൽവരിയിൽ യാഗമായി തീർന്നു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ അവിടെ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് മത്തായി സുവിശേഷത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 50-ാം വാക്യം, യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. യേശു മരിച്ചു. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തൊട്ട് അടിയോളം 2ആയി ചീന്തിപ്പോയി.
ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. യേശു മരിച്ചടക്കപ്പെട്ട 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റപ്പോൾ യാഗം കഴിച്ച് നിയമം ചെയ്ത് പാതാള പർദീസയിലേക്ക് പോയ വിശുദ്ധന്മാർ യേശുവിനോടൊപ്പം പുനരുദ്ധാനത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റു. മാത്രമല്ല, പലർക്കും വിശുദ്ധ നഗരത്തിൽ നിന്ന് പ്രത്യക്ഷമായി. ഞങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് യാഗം കഴിച്ച് നിയമം ചെയ്തവരാ. ഇത്രയും നാളും ഞങ്ങൾ പാതാളത്തിലായിരുന്നു, പാതാള പർദീസയിലായിരുന്നു. ഇന്ന് ഞങ്ങളുടെ നാഥൻ, ഞങ്ങൾ വിശ്വാസത്താൽ യാഗം കഴിച്ച യേശു ഒന്ന് പാപപരിഹാരാർത്ഥം യാഗം കഴിഞ്ഞു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അതോടുകൂടി ഞങ്ങൾക്കും പാതാളത്തിൽ നിന്ന് വിടുതൽ കിട്ടി. അങ്ങനെ എഴുന്നേറ്റു എന്ന് നഗരത്തിൽ ചെന്ന്, പട്ടണത്തിൽ, യെരുശലേം പട്ടണത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. അവരവരുടെ സാക്ഷ്യത്തെ അവർ പറഞ്ഞു. ഓരോരുത്തർക്കും അവരവരുടെ സാക്ഷ്യത്തെ പ്രസ്താവിക്കാനിടയായത്. അപ്പോൾ ഇതിനു മുമ്പും, അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്, ഇതിനു മുൻപ്, അതായത് ആകാശമില്ലാതെയാകുന്നതിന് മുമ്പും ഈ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് മുൻപും ആരും എഴുന്നേറ്റിട്ടില്ല, എഴുന്നേൽക്കാൻ സാധിക്കുകയുമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, വിളിച്ചു നോക്കുക, ഉത്തരം പറയുന്നവനുണ്ടോ? എത്ര വിളിച്ചാലും വിളിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, ഉത്തരം ഉണ്ടാവില്ല. കാരണം കേൾക്കാൻ തക്കവണ്ണം ഒരു സംവിധാനം അവർക്കില്ല. ഭൗമിക മണ്ഡലവും ആത്മീയ മണ്ഡലവും തമ്മിൽ ബന്ധപ്പെടുത്താൻ തക്കവണ്ണം ഒരു അനുഭവം അവർക്കില്ല. അപ്പോൾ ഇത് ജാതികളുടെ വഴിയാണ്. അങ്ങനെ ചെയ്യുന്നത് ജാതികളാണ്. അവർ ചെയ്യുന്നതിന് ചില കാര്യങ്ങളുണ്ട്. ഒരിക്കലും ദൈവത്തിൻ്റെ പൈതൽ, ദൈവത്തെ ഭയമുള്ളവൻ ഒരിക്കലും മരിച്ചവനോട് സംസാരിക്കില്ല, മരിച്ചവനെ വിളിക്കില്ല. എന്നാൽ ജാതികൾ വിളിക്കും. ആരെ വിളിക്കും? മരിച്ചവനെ വിളിക്കും, മരിച്ചവനോട് സംസാരിക്കും. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത ഭാഗത്ത് ചിന്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.